إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അത് മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. നമ്മൾ ഒരു വലിയ പരീക്ഷയിലാണ്, വളരെ പ്രാധാന്യമുള്ള പരീക്ഷയാണ്, അവസാനത്തെ പരീക്ഷയാണ്. ആ പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഉത്തരങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മിക്കവാറുമൊക്കെ അറിയാം. പക്ഷേ പരീക്ഷയുടെ സമയം അവസാനിക്കുകയാണ്. എല്ലാം എഴുതി തീർക്കാൻ സമയമുണ്ടാകുമോ? സംശയമോ? സമയമില്ല. നേരമില്ലാത്ത നേരത്തുള്ള ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ജയിക്കണം. അതിൽ തോറ്റുപോയാൽ പിന്നെ വിജയിക്കാൻ പ്രയാസമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആദരണീയമായ അനർഘങ്ങളായ അതീവ സാന്ദ്രതയുള്ള 1000 മാസങ്ങളേക്കാൾ, ഒരു പുരുഷായുസിനേക്കാൾ ദൈർഘ്യമുള്ള ദിവസങ്ങൾ, രാവുകൾ, നിമിഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വെറുതെ കളയാൻ നേരമില്ല. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുവല്ലോ, റമദാൻ മുഴുവൻ വന്നു കിട്ടിയിട്ട് പാപങ്ങൾ പിന്നെയും ബാക്കിയായി. റമദാൻ പോയി അവൻ തുലഞ്ഞത് തന്നെ, അവൻ നശിക്കട്ടെ. അള്ളാഹു കാക്കുമാറാവട്ടെ. എന്തിനാണ് റമദാൻ? എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ. ജുമഅയിലെ ഓരോ അവസരത്തിലും നമ്മൾ കേൾക്കുന്ന തഖ്വ കൊണ്ടുള്ള വസിയത്ത്, മുത്തഖികളാവണം, ധർമ്മനിഷ്ഠയുള്ളവരാവണം. അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ എന്തിനാണത്? ആർക്കാണത്? ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് അതുകൊണ്ട് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ തഖ്വയുള്ളവർ? എന്താണ് അതുകൊണ്ട് മെച്ചം? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദാരിയാത്തിലെ ഒരു വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വഉയൂൻ. തഖ്വയുള്ളവരുണ്ടല്ലോ, അവര് വളരെ സന്തോഷ അവസരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ അനുഭൂതികളുടെ കേദാരമായ സ്വർഗത്തോപ്പുകളിലാണ്. അതിൻ്റെ താഴ്വാരങ്ങളുടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തോട്ടങ്ങളിലാണ് അവർ. ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. റബ്ബിൻ്റെ പ്രതിഫലം, അള്ളാഹു നൽകിയ അനുഗ്രഹം, പ്രതിഫലം അത് സ്വീകരിച്ചും ആസ്വദിച്ചും സ്വർഗത്തിൽ അവർ അഭിരമിക്കുകയാണ്. എന്താ കാരണം? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ഇവിടെ എത്തുന്നതിന് മുമ്പ്, പരലോകത്തിന് മുമ്പ്, മരണത്തിന് മുമ്പ് അവർ നന്മകൾ ചെയ്തിരുന്ന മുഹ്സിനികളായിരുന്നു.
ഇഹ്സാൻ കൊണ്ടാണ് അവർ മുത്തഖികളായത്. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. എന്തായിരുന്നു അവരുടെ ഇഹ്സാൻ? കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർക്ക് കിട്ടിയ സമയം ഒരു ദിവസത്തിൻ്റെ പകുതി രാവാണ്. ആ രാവ് മുഴുവൻ വിശ്രമിക്കാനും ആസ്വദിക്കാനും സുഖിക്കാനും രമിക്കാനും വേണ്ടി മാത്രം അവർ കളഞ്ഞില്ല. പിന്നെയോ കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ വളരെ കുറച്ചു നേരം മാത്രമേ അവർ കിടന്ന് വിശ്രമിക്കാറുണ്ടായിരുന്നുള്ളൂ, കിടന്നുറങ്ങാറുണ്ടായിരുന്നുള്ളൂ. പിന്നെയോ വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ. പാതിരാവുകളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരുന്നു. കുറവുകളും പിഴവുകളും പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ രാവിനെ പകലാക്കി മാറ്റിയ അവർ വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ സ്വത്തുക്കളും ഉണ്ടല്ലോ, എന്തൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, അതിൽ തന്നെ പോലെ വേറെയും അവകാശികളുണ്ട്. അസ്സായിൽ ചോദിച്ചു വരുന്ന ആവശ്യക്കാരൻ, വൽ മഹ്റൂം ചോദിക്കാൻ അറിയില്ല, ഭാഷകൾ അറിയില്ല, വിസ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല, പല നിലക്കും എല്ലാ വഴികളും മുടങ്ങിക്കിടക്കുന്നവർ. അവരെ അന്വേഷിച്ചു കണ്ടറിഞ്ഞ് അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കുന്ന, അവകാശമായി കൊടുത്തു വീട്ടുന്ന, അങ്ങനെ സാമ്പത്തികമായ ബാധ്യതകൾ നിറവേറ്റുന്നവരായിരുന്നു അവർ. വിശ്രമത്തിനും വിനോദത്തിനും സമയം കളയാതെ പ്രാർത്ഥനകളും പാരായണങ്ങളും പഠനങ്ങളും അനുഷ്ഠാനങ്ങളും ദിക്റുകളും ഇസ്തിഗ്ഫാറും ദാനധർമ്മങ്ങളുമായി കഴിച്ചു കൂട്ടിയവർ. അവരാണ് ഈ പരീക്ഷയിൽ ജയിച്ചവർ. അവരാണ് സ്വർഗഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ. അപ്പോൾ തഖ്വയുടെ മുത്തഖികളുടെ അനുഗ്രഹങ്ങളുടെ ഒരു വശമാണ് പറയുന്നത്. അതിനാണ് തഖ്വയുണ്ടാവണമെന്ന് പറയുന്നത്. ഇവിടെ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, നിന്നെ പറ്റിക്കുന്ന, ചതിച്ചു കളയുന്ന, വഞ്ചകനായ ഒരു വിഭവമാണ് ദുനിയാവ് എന്നത്. ഇവിടുത്തെ എല്ലാം നിന്നെ വല്ലാതെ തെറ്റിച്ചു കളയും, തോൽപ്പിച്ചു കളയും. എന്നാൽ ജീവിതം യഥാർത്ഥത്തിലുള്ളത് വൽ ആഖിറതു ഹിയൽ ഹയവാൻ, മരണാനന്തരമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അവിടെ വിജയിക്കാൻ ഈ പരീക്ഷയിൽ നമുക്ക് ജയിച്ചേ പറ്റൂ. ബാക്കിയുള്ള നിമിഷങ്ങൾ ആത്മാർത്ഥമായും ഗൗരവമായും അത്യുത്സാഹത്തോടുകൂടി നന്മകൾ ചെയ്തു മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ഈ പുണ്യമാസത്തിൻ്റെ വലിയൊരു പ്രത്യേകത, അള്ളാഹു മാപ്പരുളുകയും പുറത്തു കൊടുക്കുകയും നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. അത് കഴിഞ്ഞില്ലേ? ഇല്ല. 27 രാവ് കഴിഞ്ഞില്ലേ? ഇനി നോക്കിയിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല. വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈല. ഈ പുണ്യമാസത്തിൻ്റെ മഹത്വം, ഖുർആൻ അവതരിച്ചതിൻ്റെ മഹത്വം, അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാ രാവിലുമുണ്ട് അള്ളാഹു മോക്ഷം നൽകുന്നവർ. അതുകൊണ്ട് ഇനിയുള്ള അവസരങ്ങളെങ്കിലും ബാക്കിയുള്ള രാവുകളെങ്കിലും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അതിന് ഉള്ള യോഗ്യത നേടുക, അർഹരായിത്തീരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനത്തിൻ്റെ ഏതൊരു സംഗതിയുടെയും അന്ത്യം, പര്യവസാനം എങ്ങനെയാണ്? അതാണ് ശരിക്കുള്ള റിസൾട്ട്. ആദ്യത്തെ കുറേ റൗണ്ടിൽ വേഗത്തിലോടി അവസാനത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ വൈകിപ്പോയാൽ, പിന്നിലായിപ്പോയാൽ തോറ്റു. എല്ലാ പരീക്ഷയുടെയും അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അമലുകൾ, കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത്, അതിന് പ്രതിഫലം ലഭിക്കുന്നത് അതിൻ്റെ ഫിനിഷിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പര്യവസാനം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഇംസാക്കിൻ്റെ, നോമ്പുകാരിൻ്റെ ആ ബോധവും ആ കരുത്തും, നിയന്ത്രണത്തിൻ്റെ കരുത്തും, ആ തഖ്വയുടെ ബോധവും പിടിച്ചു നിൽക്കണം. അത് നഷ്ടപ്പെട്ടു പോകരുത്. പെരുന്നാളിൻ്റെ മറ്റാഘോഷങ്ങളുടെ ബഹളങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, അങ്ങനെ നോമ്പിൻ്റെ റമദാനിൻ്റെ പര്യവസാനം പാപ്പറായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തരുത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസുഹ ഫീ ആഖിരിൽ ലൈല. എത്രത്തോളം നിങ്ങൾ അതിനെ ഇൽതമിസു ലൈലത്തുൽ ഖദർ ഫീ ആഖിരി ലൈലത്തിൻ,
റമളാനിൻ്റെ അവസാനത്തെ രാവിൽ പോലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ അവസരങ്ങൾ ധാരാളമാണ്. ഇനിയും നമുക്ക് ആത്മാർത്ഥമായി നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് പുണ്യമാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളെ, നിമിഷങ്ങളെ ഏറ്റവും കരുതലോടുകൂടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഖികളുടെ അടയാളം പറഞ്ഞു. അവർ രാത്രി വളരെ കുറച്ച് മാത്രമേ വിശ്രമിച്ചിട്ടുള്ളൂ, ഉറങ്ങിയിട്ടുള്ളൂ. പ്രാർത്ഥനാ നിരതമായിരുന്നു അവരുടെ രാവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്യാ ലൈലഹു എന്ന് പറഞ്ഞില്ലേ? രാവിനെ പകലാക്കി, രാവിനെ ജീവിപ്പിച്ചു. എന്താണ്? പ്രാർത്ഥനകളിലാണ്. വിശുദ്ധ ഖുർആൻ പാരായണവും പ്രാർത്ഥനയും പുണ്യങ്ങൾ, അങ്ങനെയാണ് റമളാനിൻ്റെ രാവുകളെ പകലാക്കി മാറ്റിയത്. ഒരു വചനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുള്ള ലാ തകുൻ മിസ്ല ഫുലാനി, നീ ഒരു മനുഷ്യനെ പോലെ ആവരുത്. എന്താ കാര്യം? ഏത് മനുഷ്യൻ? കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമുൽ ലൈൽ, ആള് രാത്രി നിസ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഖിയാമുൽ ലൈൽ, തഹജ്ജുദോ വിത്റോ എന്ത് പേര് പറഞ്ഞാലും രാത്രിയിലെ പ്രത്യേക സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നു അബ്ദുള്ളയോട് പറയാണ്. പക്ഷേ പിന്നെ അത് ഒഴിവാക്കി, പിന്നീട് അത് വിട്ടുകളഞ്ഞു. ഒരു പ്രത്യേക സമയത്തിൻ്റെ ആവേശത്തിൽ ചെയ്യുന്നതല്ല പുണ്യങ്ങൾ. മുത്തഖിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മയുടെ അടയാളങ്ങൾ എപ്പോഴും നിലനിൽക്കണം. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അദ്വമുഹ, അത് പതിവായി ചെയ്യുന്നതാണ്. വഇൻ കല്ല, അതെത്ര കുറച്ചാണെങ്കിലും. പള്ളിയിലൊക്കെ നിർവഹിക്കുന്നത് പോലെ ദീർഘനേരം ഒന്നും നിസ്കരിക്കാൻ പറ്റുന്നില്ല, അത്ര കൂടുതൽ റക്അത്തുകൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഒരു റക്അത്തെങ്കിലും, 3 റക്അത്തെങ്കിലും, 5 റക്അത്തെങ്കിലും, എത്രയാണോ ഒറ്റയിൽ അവസാനിക്കുന്ന രീതിയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ, നമസ്കരിക്കാൻ സാധിക്കുന്നത്, വലു കല്ല, അതെത്ര കുറച്ചാണെങ്കിലും പതിവായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിൽ നീ മുത്തഖിയാണ്. പച്ച മലയാളത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. ശ്രദ്ധിക്കണമെന്ന് നമ്മളൊരാളോട് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? ഒരിക്കലും മാത്രം എൻ്റെ മുന്നിൽ നിന്ന് മാത്രം ശ്രദ്ധിക്കണമെന്നല്ല, യാത്രയാക്കുകയാണ്. റോഡ് മുറിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് പോരുമ്പോഴോ ഇങ്ങോട്ട് പോരുമ്പോഴും വേണം, യാത്രയിലുടനീളം വേണം. ശ്രദ്ധ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന സഗൗരവമായ ബോധമാണ്. അതുകൊണ്ട് തന്നെ മുത്തഖിയുടെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാവേണ്ടുന്ന, എപ്പോഴും ഉണ്ടാവേണ്ടുന്ന നന്മയുടെ അടയാളങ്ങൾ നിലനിൽക്കണം. അതിൻ്റെ നൈരന്തര്യമാണ് തഖ്വയിലൂടെ ആവശ്യപ്പെടുന്നത്. അതാണ് അദ്വമുഹ, പതിവായുള്ള നന്മകൾ. എപ്പോഴെങ്കിലുമല്ല, പതിവായുള്ള നന്മകൾ എത്ര ചെറുതാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ മറ്റൊരു വചനത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകർ പ്രത്യേക സമയങ്ങളിലൊക്കെ പ്രത്യേകം ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചൊരാൾ വന്നപ്പോൾ, ലാ, അങ്ങനെയൊന്നുമല്ല, കാന അമലുഹു ദീമത്തൻ, പ്രത്യേക അവസരങ്ങളിൽ ഒരുപാട് ചെയ്യുകയല്ല, കാന അമലുഹു ദീമത്തൻ, പതിവായുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എന്ന് വിശുദ്ധ ഖുർആൻ. റമളാൻ വിട പറയുന്നു, ഖുർആനിൻ്റെ മാസം. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളും എല്ലാം കൂട്ടത്തോടെ ഇറങ്ങി വരികയാണ്. ഭൂമിയിലെ ചരൽക്കല്ലുകളേക്കാൾ എണ്ണിയാൽ തീരാത്ത മലക്കുകൾ, രാവും പകലുമൊക്കെ വേറെയും ഒരുപാട് മലക്കുകൾ. ഈ മലക്കുകളെല്ലാം എന്തിനാ വരുന്നത്? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവരെയും കൂട്ടി വരികയാണ്. ആ ഖുർആനിൻ്റെ അനുയായികളെ, അതിൽ വിശ്വസിക്കുന്നവരെ, അത് പാരായണം ചെയ്യുന്നവരെ, പഠിക്കുന്നവരെ കാണാൻ, അതിൽ സന്തോഷിക്കാൻ, അഭിമാനിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സാക്ഷികളാവാൻ നമ്മൾ തയ്യാറാണ്. ഈ അവസരം ഇങ്ങനെ കൂട്ടത്തോടെ മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത് റമളാനിൽ മാത്രം. അതാണ് ലൈലത്തുൽ ഖദ്ർ. ഗൗരവമായ ആ അവസരത്തെ മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സ്വസ്ഥതയും സമാധാനവും സന്തോഷമുള്ള ജീവിതവും, എന്തെല്ലാം പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിലും സമാധാനപൂർണമായ ജീവിതം, അതെന്തുകൊണ്ടാണ് സാധിക്കുക? ബിദിക്രില്ല. എന്താണ് ദിക്റുള്ള? കുറേ എണ്ണം തീർക്കുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും മാത്രമല്ല, ഇന്നാ നഹ്നു
വിശുദ്ധ ഖുർആൻ ദിക്ർ എന്നാണ് അതിന് ഖുർആനിൽ അള്ളാഹു പേര് വിളിച്ചിട്ടുള്ളത്. ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനാണ് ദിക്ർ. ആ ഖുർആൻ കൂടെ ഉണ്ടാകുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് ഖുർആനിൽ നിന്നും അകന്നു പോകാതെ സൂക്ഷിക്കുക. പ്രാർത്ഥന ഒരു ചെലവുമില്ലാത്ത കർമ്മമാണ്. പണം വേണ്ട, സമയം കുറേ വേണ്ട, ശാരീരിക ക്ലേശങ്ങളില്ല, എല്ലാവർക്കും സാധ്യമായ പുണ്യമാണ്. എന്നാൽ ആ പ്രാർത്ഥനയില്ലാതെ ഒരു അനുഷ്ഠാനവും സ്വീകരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് ലളിതമാണ്, പ്രായോഗികമാണ്, പ്രകൃതിപരമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ. ധാരാളമായി പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ദിക്റുകളും നമസ്കാരവും കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ധർമ്മനിഷ്ഠയുള്ള നന്മയുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുത്തഖികളായി തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പുറത്ത് വാതിൽക്കലും പുറത്തുമൊക്കെ ധാരാളം ആളുകൾ തിങ്ങി കാത്തു നിൽക്കുന്നുണ്ട്. ഒരാൾക്കെങ്കിലും അകത്തേക്ക് വന്നിരിക്കാൻ പറ്റുമെങ്കിൽ സ്ഥലം അനുവദിച്ചു കൊടുക്കുക. ഒന്ന് സഹകരിക്കുക. എല്ലാവരും ഇവിടെ മുന്നിൽ സെഫുകളിൽ പലയിടത്തും ഒഴിവുണ്ട്. മുന്നോട്ട് കയറി നിൽക്കുക, പിന്നിലുള്ളവർ. ജസാക്കുമുല്ലാഹ് ഖൈർ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ്, റമദാനിലെ നോമ്പ്, നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു, അത് അനുഷ്ഠിക്കുന്നു. പക്ഷേ കൽപ്പിച്ചു കൂട്ടാതെയും പല കാരണങ്ങളാലും നോമ്പിൽ പല പോരായ്മകളും വന്നുപോയി, ഉറങ്ങിപ്പോയി, നിസ്കാരം വരെ തെറ്റിപ്പോയി. അതുപോലെ നോമ്പിൻ്റെ ചിട്ടകൾ പലതും പാലിക്കാൻ പറ്റിയില്ല. ഇത്രയൊക്കെ മഹത്വമായ റമദാൻ, ഇത്രയൊക്കെ സ്വർഗത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരുന്ന റമദാൻ, നോമ്പ്, അത് പക്ഷേ എൻ്റേത് പലതും പൊട്ടിയും പൊളിഞ്ഞും പോയി. എന്ത് ചെയ്യും? ഞാൻ ഈ പരീക്ഷയിൽ തോറ്റുപോയോ? എനിക്കതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമോ? ഒരു പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ തുഹറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ് വതുഅമത്തൻ ലിൽ മസാകീൻ. അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. സകാത്ത് എന്ന് കേൾക്കുമ്പോൾ അത് പണത്തിൻ്റെ സകാത്തല്ല, നോമ്പിൻ്റെ സകാത്ത്. എന്താ കാര്യം? അത് തുഹറത്തുൽ ലിസ്സായിം, നോമ്പുകാരനെ ശുദ്ധി ചെയ്യാൻ. അവൻ്റെ നോമ്പിന് എന്തെങ്കിലും പോരായ്മകളോ പിഴവുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ, കേടുപാടുകൾ നോമ്പിന് പറ്റിപ്പോയെങ്കിൽ, നോമ്പുകാരൻ എന്ന അർത്ഥത്തിൽ ചിട്ടകളും വ്യവസ്ഥകളും പാലിക്കാതെ തെറ്റിപ്പോയി എങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ, അതിനൊക്കെ പരിഹാരമായി ഒരു ദാനം നിർബന്ധമാക്കിയിട്ടുണ്ട്, ഒരു സദഖ. അതിന് സക്കാത്ത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് നിർബന്ധമാണ്. അതാവട്ടെ വതുഅമത്തുൽ ലിൽ മസാകീൻ, പാവങ്ങൾക്ക് ആഹാരമാണ്. നോമ്പുകാരൻ്റെ കർമ്മങ്ങൾക്ക് ശുദ്ധി ചെയ്യാനുള്ളതാണ്. കുറ്റമറ്റ രൂപത്തിൽ നമ്മുടെ നോമ്പിനെ, നമ്മുടെ റമദാനിനെ, നമ്മുടെ ഇതിൻ്റെ രാവ് പകലുകളെ മുഴുവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തിക്കാൻ, സമർപ്പിക്കാൻ, അവസാനമേ അതിൻ്റെ മിനുക്കുപണികൾ, അതിനെ കുറ്റമറ്റ രൂപത്തിൽ എല്ലാ കുറവുകളും നികത്തി അള്ളാഹുവിൻ്റെ മുന്നിൽ വെക്കാൻ ഇതാ സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു. അത് വിവരിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും നിർവഹിച്ചിട്ടുള്ളതാണ്. 25 ദിർഹമാണ് ഇത്തവണ ഇവിടുത്തെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സക്കാത്തുൽ ഫിത്റിൻ്റെ വിഹിതം. അത് പണമുള്ളവനും എല്ലാവർക്കും ഒക്കെ നിർബന്ധമാണ്. വലിയവർക്കും ചെറിയവർക്കും കുട്ടികൾക്കും ജോലിയുള്ളവർക്കും ഇല്ലാത്തവനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും. പക്ഷേ ആരാണോ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള, ചെലവിന് കൊടുക്കുന്ന, കാര്യങ്ങൾ നോക്കുന്ന ആൾ, അയാൾ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരാൾക്ക് 25 ദിർഹം എന്ന തോതിൽ കൊടുക്കണം. റമദാനിൻ്റെ അസ്തമയത്തിന് മുമ്പ്, ശവ്വാൽ പിറവി ഉണ്ടാകുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് പ്രസവിച്ച ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും നോമ്പ്, കുട്ടികൾ നോമ്പ് പോറ്റിട്ടില്ല, നോമ്പ് പോറ്റാൽ നോൽക്കാത്തവർക്കും ഇത് നിർബന്ധമാണ്.
നോക്കാൻ പറ്റാത്തതിലുള്ള പോരായ്മകളും പിഴവുകളും നികത്താൻ, ആ കുടുംബത്തിലെ കുടുംബനാഥൻ്റെ ഒക്കെ എല്ലാ നന്മകളും പൂർത്തിയാവാനും പിഴവുകൾ തിന്മകൾ മായ്ച്ചു കളയാനും പരിഹരിക്കപ്പെടാനും ഒക്കെയുള്ളതാണ്. നീ കുടുംബം ഉദ്യോഗം ഭരിക്കുന്ന ശമ്പളം വരുമാനമുള്ള സ്ത്രീകളാണ്, സഹോദരിമാരാണ്. അങ്ങനെയാണെങ്കിൽ അവരാണ് കുടുംബം പോറ്റുന്നതെങ്കിൽ അവരാണ് അത് നിർവഹിക്കേണ്ടത്. ബാധ്യത സാധ്യത ആർക്കാണോ ഉള്ളത് അവർക്കാണ് അതിൻ്റെ ബാധ്യത. അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തു വീട്ടണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഫിത്ർ സക്കാത്ത് നൽകാതെ വല്ലവനും ഉണ്ടെങ്കിൽ നമ്മുടെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരണ്ട. അല്ലെങ്കിൽ അത്രയ്ക്ക് ഗൗരവമായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് ബാധ്യതയാണ്, നിർബന്ധമാണ്, സദഖയല്ല, സക്കാത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും നമുക്ക് വാരിക്കൂട്ടുവാൻ, ചെയ്തു തീർക്കുവാൻ, അതിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ അതിനുള്ള ഈമാനും ഇൽമും തൗഫീഖും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ അതിൻ്റെ ആഘോഷം, ഈ പുണ്യമാസത്തിലെ എല്ലാ തഖ്വയുടെ ആർജവും തഖ്വയുടെ എല്ലാ കരുത്തും നേടിയെടുത്തിരിക്കുന്നു, അതിൻ്റെ പുണ്യം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന സന്തോഷത്തിൻ്റെ ആഘോഷമാണ് ഈദുൽ ഫിത്ർ. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വാഴ്ത്തിക്കൊണ്ടുള്ള ആഘോഷം അത് ഈ പുണ്യവുമായി ചേർത്ത് കാണേണ്ടതാണ്. അത് വെറുതെ ഒരു വിനോദമായും നേരം പോക്കായും മറ്റെന്തെങ്കിലും ഏർപ്പാടുകളായും പോകരുത്. റമളാനിൻ്റെ ബാക്കിയുള്ള ഭാഗം തന്നെയാണ് ഈദുൽ ഫിത്ർ. ആ ബോധത്തോടു കൂടി തന്നെ തഖ്വയിൽ നിന്നുകൊണ്ട് തന്നെയാവണം അതിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا صيامنا وتقبل منا قيامنا وتقبل منا دعاءنا يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. രാജാതിരാജനായ തമ്പുരാനെ, റഹമാനും റഹീമുമായവനെ, കാരുണ്യവാനായവനെ, ഞങ്ങൾ അറിയാതെ പറയാതെ ചോദിക്കാതെ എല്ലാം ഞങ്ങൾക്ക് നീ തന്നു. ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം ഒന്ന് മാത്രം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് തേടുകയാണ് തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ തടയരുത്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, ഭർത്താക്കന്മാർ, ബന്ധുക്കൾ, മക്കൾ, കുട്ടികൾ, ഞങ്ങളെല്ലാവരെയും എല്ലാം പുറത്തു തന്ന് നിന്റെ വിശാലമായ സ്വർഗത്തിൽ നീ പാർപ്പിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، وأتم اللهم العافية علينا، وبارك لنا في أرزاقنا وأزواجنا وذرياتنا. اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا اللهم أغثنا اللهم أغثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.